മക്കത്ത് ജന്മനാട്ടിൽ നിൽക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് നാട് വിട്ടു പോവാണ്. റസൂലിനെ കൊല്ലാൻ തീരുമാനിച്ചു മുഅ്മിനീങ്ങളെ. എല്ലാ ശ്രമങ്ങളും വിഫലമായപ്പോൾ ഞാൻ പറഞ്ഞു, അബൂ താലിബിനെ സമീപിച്ചു. പല പ്രലോഭനങ്ങളും എല്ലാം നടത്തി. ഇത് നടക്കണില്ല. അവസാനം ഓല് ദാറുൻ നദ്വയിലൊരു യോഗം കൂടി. മദീനത്തുള്ള അൻസാരികളൊക്കെ വന്ന് റസൂലുള്ളാഹിക്കുള്ള എല്ലാ ഹെൽപ്പും വാഗ്ദത്തം ചെയ്തു എന്ന് പോലെ അറിഞ്ഞു. അൻസാരികൾ, ഹൗസ് ഖസറജ് ഗോത്രക്കാർ റസൂലുള്ളാഹിക്ക് എന്ത് സഹായമാണ് വേണ്ടതെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായത് കൈ വിട്ട് പോവുകയാണ്, ഇതിന് പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഓല് എത്തി. അങ്ങനെ ഓല് ദാറുൻ നദ്വയിൽ ഓല് ഗൂഢാലോചനയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. കുസൈബിൻ്റെ വീടാണത്. അവിടെയാണ് ഓല് അങ്ങനത്തെ ചർച്ചകളൊക്കെ നടത്തൽ. ഇങ്ങോട്ട് ഒരു ചർച്ച ചെയ്ത് എന്താ നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഒരു അഭിപ്രായം വന്നു. എന്താണെന്നറിയോ? തടഞ്ഞു വെക്കുക, വീട്ടു തടങ്കല്ലാക്കുക, ഏതെങ്കിലും ഒരു പെരിയിൽ വീട്ടു തടങ്കല്ലാക്കുക, ഒരഭിപ്രായം. അപ്പോൾ അത് സ്വീകാര്യത പ്രാപിച്ചില്ല. അത് പറഞ്ഞത് ശരിയാവില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. അത് യക്തുലുക്ക അല്ലെങ്കിൽ കൊല്ലാന്ന്, അത് യുഹ്റിജുക അല്ലെങ്കിൽ നാട് കടത്തുക. ഈ നാട് കടത്തുക എന്നുള്ളത് നടപ്പാലെന്ന് പോലെ പറഞ്ഞു. നാട് കടത്തിയാൽ പിന്നെ ആ നാട്ടിൽ പോയിട്ട് എല്ലാവരും കൂടി കൊണ്ടുവരും. കാരണം അത്രയും വലിയ വശ്യശക്തി ഉണ്ട് ഇതിനെന്നുള്ളത് ഓൽക്കന്നെ അറിയാം. അപ്പോൾ നാട് കടത്തലും ശരിയാവില്ല, വീട്ടിലിറങ്ങലും ശരിയാവില്ല. ലാസ്റ്റ് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടു ആ ചർച്ചയിൽ. കൊന്നിട്ടുണ്ടെങ്കിൽ എന്താവൂലേ, ബനൂ ഹാഷിം അതിന് പ്രതിക്രിയ ചെയ്യും, തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ അതിനൊരു പരിഹാരം അവർ കണ്ടു. എല്ലാ ഖുറൈശികൾ തന്നെ ഓരോ ഉപഗോത്രങ്ങളാണ്. എല്ലാ ഗോത്രത്തിലും പെട്ട ചെറുപ്പക്കാർ വന്നിട്ട് ഒറ്റ ആൾ കൊല്ലും പോലെ ഒറ്റടിക്കില്ല. അപ്പോൾ എല്ലാവരോടും പാടെ ഈ ബനൂ ഹാഷിമിനെ തിരിച്ചടിക്കാൻ എന്നുള്ളൊരു തീരുമാനം പാസ്സാക്കി കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരിങ്ങനെ വീട് വളഞ്ഞിങ്ങനെ നിന്ന രാത്രിയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഹിജ്റ പോകാനുള്ള സമ്മതം കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? എന്നാൽ സഹയാത്രികനാവാൻ എന്നെ അനുവദിക്കണം നബി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് റസൂലുള്ളാഹിയും പറഞ്ഞു. രണ്ടാളും പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒക്കെ റെഡിയായി നിന്ന് അന്നാണ് ഇവർ വീട് പണിയുന്നത്. വീട് വിളഞ്ഞിട്ട് പോലും ഇങ്ങനെ കാത്തിക്കാണ്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നു. സൂറത്ത് യാസീനിൽ ആയത്തുണ്ടല്ലോ, അവരുടെ മുമ്പിലും ഒരു മതിലുണ്ട്, പുറകിലും നാം ഒരു മറയാക്കിയിട്ടുണ്ട്, നാം അവരാകെ പൊതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കാണൂല എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തോതി തങ്ങൾ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങി ഒരു പിടി മണൽ വാരിയാണ്ട് എറിഞ്ഞു. റസൂൽ പോണത് അവർക്ക് ആരും കാണാനും കഴിഞ്ഞില്ല. റസൂൽ കോളായിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നു. രണ്ടാളും നേരെ എടുക്കാൻ പോയത് സൗർ ഗുഹയിലേക്കാണ് പോയി 3 ദിവസമാണ് അവിടെ തങ്ങണത്. ഇത് റസൂലിൻ്റെ പുതപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടല്ലോ വീട്ടിക്ക്. ആ പുതപ്പിൻ്റെ വീട്ടിൽ ആൾ കിടക്കണുണ്ട്. ആളാരായിരുന്നു, എന്തിനായിരുന്നു അലി റളിയല്ലാഹുവിനെ കടത്തിയത്? അതിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അലിയാർക്ക് ഒപ്പം പോയിക്കൂടെ? അലിയാരുടെ കടത്തിയത് എന്തിനായിരുന്നു? അമാനത്തുകളൊക്കെ ഏൽപ്പിച്ചതാണ്. ഈ ഖുറൈശികൾക്ക് അന്നും ഓലെ അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരേ ഒരാൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു.